ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് മീൻ പൊരിക്കണത് എങ്ങനെയെന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിവിടെ കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 6 ചെറിയ ഉള്ളി ചേർത്തു. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ വലിയ ജീരകവും ചേർത്തു. പിന്നെ 2 സ്പൂൺ ഉപ്പ് ചേർത്തു. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് ഇഞ്ചി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. ഇനി 1 സ്പൂണ് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ മിക്സി ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരയൂല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. നല്ലോണം പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ വേണ്ടത്. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീൻ പൊരിയാണിത്. എന്നും നമ്മൾ ഒരേപോലെ തന്നെയല്ലേ മീൻ പൊരിക്കൽ. വെറും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് അങ്ങനെ പൊരിക്കലല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി മസാലയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മസാല കൊണ്ട് കഷ്ണം മീൻ മാത്രമല്ല കേട്ടോ, അയില മത്തി അങ്ങനെയുള്ള എല്ലാ മീനും പൊരിക്കാം കേട്ടോ. ഇതിൽ ഏത് മീൻ പൊരിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. മസാല പുരട്ടിയിട്ട് ഇതൊരു അരമണിക്കൂർ വെക്കണം. ഇനി 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ വെക്കുക. എത്ര നേരം വെക്കണോ അതിനനുസരിച്ച് അതിൻ്റെ മസാലയിൽ പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊരിക്കണേ. അപ്പോൾ ഇതാ ഈ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് അരമണിക്കൂർ അവിടെ വെക്കാം. അതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ നമ്മളെ മീനിൻ്റെ ഒരു സൈഡ് വെന്തു. അപ്പം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മീൻ മറിച്ചിട്ട് കൊടുത്തു. ഞാൻ മറ്റേ സൈഡും കൂടി വെന്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മീൻ പൊരിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.